നമസ്കാരം. ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6th സെമസ്റ്റർ വിഷയമായ റൈറ്റിംഗ് ഫോർ ദ മീഡിയ 9/3/2020 നടക്കാനിരിക്കുന്ന റൈറ്റിംഗ് ഫോർ ദ മീഡിയ എന്ന പുസ്തകത്തിൻ്റെ ഒരു ചെറിയ അപഗ്രഥനമാണ്. പ്രധാനമായും 5 മൊഡ്യൂളുകളാണ് ഇതിലുള്ളത്. ഒന്ന് പ്രിൻറ്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ഡിജിറ്റൽ മീഡിയ, അഡ്വർടൈസ്മെൻറ്റ്, സ്റ്റൈലിസ്റ്റിക്സ് ആൻഡ് ദ മീഡിയ. ഇതിലെ ഒന്നാമത്തെ മൊഡ്യൂളായ പ്രിൻറ്റ് മീഡിയയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രിൻറ്റ് മീഡിയയിൽ പ്രധാനമായും കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്കൊന്ന് പറയാം. ദ സെൻഡിങ് ആൻഡ് റിസീവിങ് ഓഫ് മെസ്സേജസ് ത്രൂ ചോസൺ ചാനൽസ് ഈസ് ടേംഡ് കമ്മ്യൂണിക്കേഷൻ. തിരഞ്ഞെടുത്തൊരു മാധ്യമം വഴി നമ്മൾ അയക്കുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന മെസ്സേജിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷന് ഒരു മീഡിയം ഉണ്ടായിരിക്കും, അതിനാണ് ചാനൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് കുറച്ച് കമ്പോണൻസ്, കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്ന് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് അയക്കുന്നയാൾ, റിസീവർ എന്ന് പറഞ്ഞാൽ ഇത് റിസീവ് ചെയ്യുന്നയാൾ. പിന്നെ അതേപോലെ തന്നെയാണ് ഒന്ന് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ആ ഒരു സന്ദേശം, അതിനാണ് മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും, ഏതൊരു പശ്ചാത്തലത്തിലാണോ ഇത് സംസാരിക്കുന്നത് അത്. പിന്നെ ഒരു ഫീഡ്ബാക്ക്, ഈ റിസീവറിൽ നിന്നും ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു മറുപടി, റിപ്ലൈ. അതേപോലെ ഡീകോഡ് എന്ന് പറയും, അതേപോലെ ഡീകോഡ്, അതേപോലെ എൻകോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്ദേശത്തെ കോഡ് ഭാഷയിലാക്കുക. അതായത് നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ഈ ഒരു ആശയത്തെ ശബ്ദ വേവുകളാക്കിയിട്ട്, ശബ്ദ തരംഗങ്ങളാക്കിയിട്ട് റിസീവറിലേക്ക് എത്തിക്കുന്ന ആ പ്രക്രിയക്കാണ് ഇത് പറയുന്നത് എൻകോഡ് എന്ന് പറയുന്നത്. ഡീകോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശബ്ദം, നമ്മൾ അയക്കുന്ന ഈ ഒരു ശബ്ദ വേവുകൾ ഈ റിസീവറുടെ അടുത്തെത്തിയിട്ട് അതൊരാശയമായി മാറുന്നു. അതാണ് ഡീകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കി വെക്കുക. ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കമ്പോണൻസ് പറഞ്ഞു. ഒന്ന് സോഴ്സ് ആണെന്ന് പറഞ്ഞു, ഒന്ന് റിസീവർ ആണെന്ന് പറഞ്ഞു, ഒന്ന് മെസ്സേജ് ആണ്, ഒന്ന് എൻകോഡിങ്, ഒന്ന് ഡീകോഡിങ്, ഒന്ന് ബാക്ക്ഗ്രൗണ്ട്, ഒന്ന് ഫീഡ്ബാക്ക്. ഇനി നമുക്ക് പ്രൊപ്പഗാൻഡ എന്താണെന്ന് പറയാം. ഒരു പ്രത്യേക പ്രശ്നത്തിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി സന്ദേശം അയക്കുന്നയാൾ വസ്തുതകൾ നിറം കൊടുക്കുന്ന ബോധപൂർവമായ ശ്രമമാണ് പ്രൊപ്പഗാൻഡ. അതായത് ഒരു പ്രത്യേക പ്രശ്നത്തിൽ നമ്മൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സന്ദേശം അയക്കുന്നയാൾ വസ്തുതകൾ നിറം കൊടുക്കുന്ന ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം, അതിനാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. ആശയപരവും നയപരവുമായ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇത് വ്യാപകമായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. അടുത്തത് ഈ മൊഡ്യൂളിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ് ഒ പി ഡി പീസ് എന്ന് പറയുന്നത്. അതായത് സാധാരണയായിട്ട് വർത്തമാന പത്രം, അതായത് നമ്മുടെ പത്രങ്ങളിൽ എഡിറ്റോറിയൽ ബോർഡിൽ അംഗമല്ലാത്തൊരു ലേഖകൻ തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ളൊരു ലഘുലേഖനമാണ് OPD പീസ്. അതായത് നമുക്ക് മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഏതെങ്കിലും വലിയ സാമൂഹ്യ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പുറമേ ഈ പത്രത്തിൻ്റെ ബോർഡിൽ അംഗമല്ലാത്തവർ പുറമേ നിന്ന് എന്തായിരിക്കും വല്ല ലേഖനവുമൊക്കെ അയക്കുന്നത് കാണാം. അതിനാണ് OPD പീസ് എന്ന് പറയുന്നത്. പത്രാധിപ പംക്തികളിൽ നിന്നും ഇത്തരം ലേഖനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. പത്രാധിപ സമിതി അംഗങ്ങൾ തന്നെ പേര് വെക്കാതെ തയ്യാറാക്കുന്നവയാണ് പത്രാധിപ പംക്തികൾ. ഇത്തരം രചനകളിൽ 850-നും 1000-നും ഇടയ്ക്കുണ്ടാവും വാക്കുകളുണ്ടായിരിക്കും. പത്രത്തിന് പൊതുജനാഭിപ്രായത്തോടുള്ള വിധേയത്വത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ പത്രാധിപർക്കുള്ള കത്തുകളുടെ ഭാഗത്ത് OPD ആർട്ടിക്കിൾസിന് സ്ഥലം നീക്കി വെക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്തതാണ് സബ്ബിങ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോരോ ഈ ഒരു ഹെഡിങ്ങുകൾ, ഈ ചെറിയ ഹെഡിങ്ങുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ വാട്ട് ഈസ് സബ്ബിങ്? നമ്മളിപ്പോൾ പാഠഭാഗം മൊത്തമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് തന്നെ ചെറിയ ക്യാപ്സ്യൂളുകളാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. ഇനി വാട്ട് ഈസ് സബ്ബിങ്? സബ്ബിങ് എന്ന് പറഞ്ഞാൽ ഉപപത്രാധിപർ ചെയ്യുന്ന ജോലിയാണ് സബ്ബിങ്. അദ്ദേഹം ന്യൂസ് സ്റ്റോറികൾ പരിശോധിക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്നു. അതായത് ഉപപത്രാധിപർ എന്ത് ചെയ്യുന്നു, അവർ ഈ ന്യൂസ് സ്റ്റോറികളൊക്കെ പരിശോധിക്കും, അതേപോലെ തിരുത്തുകയും ചെയ്യും. കഥയുടെ ശൈലിയും ധ്വനിയും അദ്ദേഹം പരിശോധിക്കുകയും മിക്കപ്പോഴും അവയ്ക്ക് ഹെഡ്ലൈൻസ് എഴുതുകയും ചെയ്യുന്നു. അദ്ദേഹമാണ് ന്യൂസ് സ്റ്റോറിക്ക് ഫൈനൽ ടച്ച് നൽകുന്നയാൾ. പത്രത്തിൻ്റെ സർക്കുലേഷൻ അയാൾക്കാണ് ഉത്തരവാദിത്തം. അതിനാൽ വായനക്കാരൻ്റെ സംതൃപ്തി അയാൾ ഉറപ്പുവരുത്തണം.
അപ്പോൾ സബ്ബിങ് എന്ന് പറയുന്നത് ഈ വർക്കാണ്, അതായത് ഒരു ഉപപത്രാധിപർ ചെയ്യുന്ന ജോലിയാണ് സബ്ബിങ് എന്ന് പറയുന്നത്. ഇവരായിരിക്കും നമ്മുടെ ഈ ന്യൂസിലെ അവസാനം ഈ ന്യൂസുകളെല്ലാം കിട്ടിയതിന് ശേഷം അതിൽ മിനുക്കുപണി നടത്തുന്നതും ഇത് എങ്ങനെയൊക്കെ വരണം, ആളുകളിലേക്ക് എങ്ങനെയെല്ലാം എത്തിച്ചാലാണ് കൂടുതൽ സ്വീകാര്യത ലഭിക്കുക എന്നൊക്കെ ഉറപ്പുവരുത്തുന്നത് ഈ ജോലി ചെയ്യുന്നവരാണ്. അടുത്തതായിട്ട് എഡിറ്റോറിയലിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പത്രാധിപരുടെ വീക്ഷണം അല്ലെങ്കിൽ അഭിപ്രായം വിശദീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ളൊരു ലേഖനം അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ്, അതിനാണ് പത്രാധിപ ലേഖനം എന്ന് പറയുന്നത്, എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അതായത് ഈ പത്രത്തിൻ്റെ ആളുകൾ ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നം വല്ലതും വന്നാൽ ഈ പത്രക്കാർക്കൊരു അവരുടെ ഒരു എന്തായിരിക്കും ഒരു നിലപാടുണ്ടായിരിക്കും. അത് എന്താകും അവർ പുറത്ത് പ്രകടിപ്പിക്കുക, അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം എഡിറ്റോറിയലിൽ കാര്യമായിട്ട് വരിക. ഏത് വിഷയത്തെ ആസ്പദമാക്കിയും ഒരു പത്രാധിപ ലേഖനം പ്രസിദ്ധീകരിക്കാം. നമുക്കറിയാം മനോരമ പത്രത്തിൻ്റെ ഒരു നടുപ്പേജ് എടുത്താൽ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കോളം കാണാൻ സാധിക്കും. അതാണ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ആ പത്രത്തിൻ്റെ അഭിപ്രായം അറിയിക്കും അതിലുണ്ടായിരിക്കുക. എന്നാൽ മിക്കപ്പോഴും സമൂഹവുമായി ബന്ധപ്പെട്ടതും പ്രാധാന്യമുള്ളതുമായ ഒരു സമകാലീന വിഷയത്തെക്കുറിച്ച് വേണം എഡിറ്റോറിയൽ. ഏത് വീക്ഷണകോണിൽ നിന്നുള്ള അഭിപ്രായവും എഡിറ്റോറിയലിന് സ്വീകാര്യമാണ്. എന്നാൽ അത് അംഗീകരിക്കുന്നതിനാവശ്യമായ വസ്തുതകൾ അണിനിരത്തണം. അപ്പോൾ നമ്മൾ എഡിറ്റോറിയൽ എന്താണെന്ന് പഠിച്ചു, സബ്ബിങ് എന്താണെന്ന് പഠിച്ചു, OPD പീസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ന്യൂസ് ആർട്ടിക്കിളും എഡിറ്റോറിയലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നാണ്. അപ്പോൾ ഒരു ന്യൂസ് ആർട്ടിക്കിളും എഡിറ്റോറിയലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലേഖകൻ്റെ നിലപാടാണ്. ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ ലേഖകൻ വസ്തുതകളെ വിവരിക്കുന്ന തൻ്റെ രചനയിൽ അയാൾ നിഷ്പക്ഷത പുലർത്തുന്നു. എന്നാൽ ഒരു എഡിറ്റോറിയൽ പലതരത്തിലുള്ള വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ലേഖകൻ തൻ്റെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അടുത്തതായിട്ടുള്ളത് ഹെഡ്ലൈൻ എന്താണെന്നാണ്. വലിയ അക്ഷരത്തിൽ പ്രത്യേകിച്ചും പേജിൻ്റെ മുകൾ ഭാഗത്ത് അച്ചടിച്ച ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൻ്റെ തലക്കെട്ടാണ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്രത്തിൻ്റെ ഹെഡ്ലൈൻ, ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതേപോലെ തന്നെ നമുക്ക് ഡേറ്റ് ലൈൻ എന്താണെന്നറിയാം, പിന്നെ ക്രെഡിറ്റ് ലൈൻ എന്താണെന്ന് പറയാം. ക്രെഡിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോകൾ നൽകിയ സംഘടനയുടെ വ്യക്തിയുടെ പേരൊക്കെ നമ്മൾ അതിൻ്റെ അടിയിൽ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വാർത്തകൾ വിതരണം ചെയ്ത ന്യൂസ് ഏജൻസിയുടെ പേരൊക്കെ നമ്മൾ കൊടുക്കും. അതാണ് ക്രെഡിറ്റ് ലൈനിൽ വരുന്നത്. പിന്നെ അതേപോലെ ലീഡ് ഓഫ് എ ന്യൂസ് സ്റ്റോറി. അപ്പോൾ ഒരു ന്യൂസ് സ്റ്റോറിയുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് ലീഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പണിംഗ് പാരഗ്രാഫ്. അതായത് ഫസ്റ്റത്തെ പാരഗ്രാഫിനാണ് ലീഡ് എന്ന് പറയുന്നത്. ഒരു ന്യൂസ് സ്റ്റോറിയുടെ ആദ്യ പാരഗ്രാഫാണിത്. വാർത്തയുടെ പ്രധാന വിശദവിവരങ്ങളും സംഗ്രഹവും ലീഡ് വായനക്കാരന് നൽകുന്നു. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ച് നോക്കിയാൽ തന്നെ ബാക്കി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കിട്ടും. അതാണ് ലീഡ് പാരഗ്രാഫ്. പിന്നെ ബൈലൈൻ ഉണ്ടാവും. ബൈലൈൻ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടറുടെ പേരെഴുതുന്ന ഭാഗമാണ് ബൈലൈൻ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ന്യൂസ് പേപ്പറിലെ ന്യൂസ് കട്ടിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഫ്രീലാൻസർ എന്താണെന്നുള്ളത്. ഫ്രീലാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീലാൻസായി ജോലി ചെയ്യാമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഈ കമ്പനിയിലെ ഉദ്യോഗാർത്ഥി ആയിരിക്കില്ല, ഈ കമ്പനിയിലെ ജോലിക്കാരനായിരിക്കില്ല. പക്ഷെ എന്ത് ചെയ്യും, ഇവർ ഫ്രീ ആയിട്ട് സ്വന്തം രീതിയിൽ അവരെന്ത് ചെയ്യും, ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യും. വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടോ അത്തരത്തിൽ എന്ത് ചെയ്യും, ജോലി ചെയ്യും. അതായത് ഒരു പത്രസ്ഥാപനത്തിൻ്റെ സ്ഥിരം ശമ്പളക്കാരനല്ലാത്ത സ്വതന്ത്ര പത്രപ്രവർത്തകൻ, അതിനാണ് ഫ്രീലാൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു റിപ്പോർട്ടറും എഡിറ്ററും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതായത് റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ഈസ് ദ റഡാർ ഓഫ് ദ ന്യൂസ് പേപ്പർ വിച്ച് ഈസ് ഇറ്റ്സ് ഔട്ട്സൈഡ് സർവൈലൻസ് മെക്കാനിസം. അതായത് നമ്മൾ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഗേറ്റ് കീപ്പർ ആൻഡ് ഡിസിഷൻ മേക്കർ ഹു ഡിസൈഡ്സ് വാട്ട് വിൽ ബി പബ്ലിഷ്ഡ് ആൻഡ് വാട്ട് ഷുഡ് ബി റിജക്റ്റഡ്. അതായത് ഈ റിപ്പോർട്ടർ പുറത്ത് പോയിട്ട് ശേഖരിച്ച് വരുന്ന ഈ വസ്തുതകളിൽ ഏതൊക്കെ പത്രത്തിൽ ഉൾപ്പെടുത്തണം, ഏതൊക്കെ ഉൾപ്പെടുത്തണ്ട എന്ന് തീരുമാനിക്കുന്നയാളാണ് എഡിറ്റർ. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ വളർച്ചയും വികാസവും, അതായത് ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ വളർച്ചയും വികാസത്തെയും കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. ആരംഭത്തിൽ ആശ്രമങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന സന്യാസിമാരാണ് ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതിയിരുന്നത്. അതായത് പഴയ കാലത്ത് നമുക്കറിയാം സന്യാസിമാരാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അച്ചടിയുടെ ആദ്യ രീതി ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആയിരുന്നു. എടുത്തു മാറ്റാവുന്ന ടൈപ്പിൻ്റെ ഉപയോഗത്തിലൂടെ ഐസക് ഗുട്ടൻബർഗ് എന്ത് ചെയ്തു, ബ്ലോക്ക് പ്രിൻറ്റിംഗ് രീതി പരിഷ്കരിച്ചു. അങ്ങനെ ഓരോ വേറിട്ട ബ്ലോക്കുകൾ അടുപ്പിച്ച് ടെസ്റ്റാക്കി മാറ്റി.
സന്യാസിമാരുടെ കൈകൊണ്ടുള്ള പകർത്തിയെഴുതലിനേക്കാൾ വളരെയധികം മെച്ചപ്പെട്ടതായിരുന്നു ഗുട്ടൻബർഗിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റിംഗ്. സന്യാസിമാരുടെ പകർത്തിയെഴുതലിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ബ്ലോക്ക് പ്രിൻറ്റിംഗ് കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ കോപ്പികൾ തയ്യാറാക്കുവാൻ കഴിഞ്ഞിരുന്നു. വ്യവസായ വിപ്ലവ കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1812 ഫ്രെഡറിച്ച് ഗോട്ട്ലോബ് കൊനിഗും ഫ്രെഡറിച്ച് ബവറും ചേർന്ന് നീരാവി കൊണ്ട് അമർത്തുന്ന അച്ചടി കണ്ടുപിടിച്ചു. ദിവസവും 10,000-ൽ പരം കോപ്പികൾ അച്ചടിക്കുവാൻ ഈ സംവിധാനം കൊണ്ട് സാധ്യമായി. വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള രീതി ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ്. ഇത് അച്ചടിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം കൂടുതൽ കോപ്പികളുടെ അച്ചടിയും സാധ്യമാക്കുന്നു. ആധുനിക ഡിജിറ്റൽ പ്രസ്സുകൾ ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് ഉപയോഗിക്കുന്നു, എന്നാൽ അവർ അവയുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വളർച്ചയും വികാസവും പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ. ഇനി ഒരു പത്രലേഖനത്തിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പത്രലേഖനം ഒരാശയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദമുഖങ്ങളെ അപഗ്രഥിക്കുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇതിൽ സാധാരണയായി ആദ്യം തന്നെ ഒരു പശ്ചാത്തല വിവരണം നൽകുന്നു, എന്നിട്ട് ഇപ്പോഴത്തെ സാഹചര്യം തുടർന്ന് വിശദീകരിക്കുന്നു. ഭാവിയിലേക്കുള്ള ഒരു എത്തിനോട്ടത്തെ ലേഖനം ഉപസംഹരിക്കുന്നു. തിരഞ്ഞെടുത്ത വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ലേഖകൻ ശ്രമിക്കണം. ലേഖനത്തിൽ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനാവശ്യമായ വസ്തുതകൾ തെളിവായി അദ്ദേഹം മുന്നോട്ട് വെക്കുകയും വേണം. ഒരു പത്രലേഖനത്തിന് ഒരു തലക്കെട്ട്, ആമുഖം, പ്രധാന ഭാഗം, ഉപസംഹാരം എന്നിവ ഉണ്ടായിരിക്കണം. തലക്കെട്ട്, അതായത് ഹെഡ്ലൈൻ. തലക്കെട്ട് ആകർഷണീയമായിരിക്കണം. അതോടൊപ്പം ചർച്ച ചെയ്യുന്നതിന് തിരഞ്ഞെടുത്ത വിഷയവുമായി വളരെ അടുത്ത ബന്ധവും ഉണ്ടായിരിക്കണം. അടുത്തതാണ് ഇൻട്രൊഡക്ഷൻ, ആമുഖം. ആദ്യ ഖണ്ഡികയാണ് ലേഖനത്തിൻ്റെ ദിശാസൂചികയായി വർത്തിക്കുന്നത്. ഇതിൽ ചർച്ച ചെയ്യുന്നതിനുള്ള വിഷയം അവതരിപ്പിക്കപ്പെടുന്നു. ഇനി പ്രധാന ഭാഗം, ബോഡി എന്ന് പറയും. ഈ ഭാഗത്ത് വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും ഓരോന്നായി പ്രതിപാദിക്കപ്പെടുന്നു. ഓരോ പോയിന്റും ഓരോ ഖണ്ഡികയിൽ പരിമിതപ്പെടുത്തണം. അവസാനമായിട്ട് കൺക്ലൂഷൻ. വിശദമായ ചർച്ചയ്ക്കു ശേഷം ഉപസംഹരിക്കണം. വായനക്കാരനെ കർമ്മപദത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു അഭ്യർത്ഥനയോടെ ലേഖനം അവസാനിപ്പിക്കണം. അടുത്തത് എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പത്രാധിപരുടെ അഭിപ്രായം അല്ലെങ്കിൽ വീക്ഷണം പ്രകടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ എഴുതുന്ന ഒരു ലേഖനം അല്ലെങ്കിൽ റൈറ്റപ്പാണ് ഒരു എഡിറ്റോറിയൽ. ഏതു വിഷയത്തെ ആസ്പദമാക്കിയും ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാം. എന്നാൽ മിക്കപ്പോഴും സമൂഹത്തിന് പ്രാധാന്യമുള്ള സമകാലിക വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയാണ് എഡിറ്റോറിയൽ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പിന്നെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വായനക്കാരനെ പ്രേരിപ്പിക്കുവാൻ എഡിറ്റോറിയൽ ശ്രമിക്കുന്നുണ്ട്. പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാനും വിമർശനാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് സീനിയർ എഡിറ്റോറിയൽ സ്റ്റാഫാണ് എഡിറ്റോറിയൽ എഴുതുന്നത്. ഒരു ന്യൂസ് ആർട്ടിക്കിളും എഡിറ്റോറിയലും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം അത് തയ്യാറാക്കുന്നയാളുടെ നിലപാടാണ്. ഒരു ന്യൂസ് ആർട്ടിക്കിൾ എഴുതുമ്പോൾ ലേഖകൻ വസ്തുതകളെല്ലാം അതിൽ അവതരിപ്പിക്കുന്നു. തൻ്റെ രചനയിൽ അയാൾ നിഷ്പക്ഷമതിയാണ്. എന്നാൽ ഒരു എഡിറ്റോറിയൽ വ്യത്യസ്ത വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ലേഖകൻ തൻ്റെ സ്വന്തം അഭിപ്രായമാണ് വായനക്കാർക്ക് നൽകുന്നത്. എഡിറ്റോറിയലിൻ്റെ ദൈർഘ്യം വിഷയത്തെ ആശ്രയിച്ചിരിക്കുന്നു. എഡിറ്റോറിയലിൻ്റെ ദൈർഘ്യത്തെ സംബന്ധിച്ചൊരു നിർദ്ദിഷ്ട നിയമം നിലവിലില്ല. ലേഖകൻ്റെ വീക്ഷണത്തെ സാധൂകരിക്കുവാൻ ആവശ്യമായ ധാരാളം പോയിന്റുകൾ ഒരു നല്ല എഡിറ്റോറിയൽ ഉണ്ടായിരിക്കും. ഒരു നല്ല എഡിറ്റോറിയൽ സംക്ഷിപ്തവും ശക്തവുമായ ഒരു പോയിന്റ് ആവിഷ്കരിക്കുന്നതിൽ വിജയിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ അതാണ് എഡിറ്ററിനെ കുറിച്ച് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ആർട്ടിക്കിൾ. ഒരു നല്ല ലേഖനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒരു നല്ല ലേഖനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒരാശയത്തെ അനുകൂലിച്ചും എതിർത്തും കൊണ്ടുള്ള വാദമുഖങ്ങളെ ഒരു ലേഖനം അപഗ്രഥിക്കുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. സാധാരണയായിട്ട് ഒരു ലേഖനം പശ്ചാത്തല വിവരങ്ങളും ഇപ്പോഴത്തെ സാഹചര്യവും വിവരിക്കുന്നു. ഭാവിയിലേക്കുള്ളൊരു എത്തിനോട്ടത്തോടെ ഇത് ഉപസംഹരിക്കുന്നു. ഒരു നല്ല ലേഖനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. ഒരു ലേഖനം പ്രധാനപ്പെട്ട ഏതാനും ചില വിവരങ്ങൾ നൽകണം. ഒരു ട്രെൻഡിനെ വ്യാഖ്യാനിക്കുവാൻ ഒരു ലേഖനത്തിന് സാധിക്കണം. ഇത് വർത്തമാനകാല സാഹചര്യം അപഗ്രഥിക്കുന്നു. ഒരു ലേഖനം ഒരു പ്രത്യേക പ്രശ്നത്തിൻ്റെ ഭാവി സാധ്യതകൾ പ്രവചിക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഇനി ഒരു ലേഖനത്തിലെ പോയിന്റുകൾ കൃത്യതയുള്ളതും സ്ഥിരതയുള്ളതുമായിരിക്കണം. വിശ്വാസ്യതയാണ് ഒരു ലേഖനത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. ഒരു ലേഖനത്തിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ ഉറപ്പുവരുത്തുന്നതിനായി ലേഖകൻ വിപുലമായ ഗവേഷണം നടത്തണം. ലഭ്യമായ വസ്തുക്കളുടെ ആധികാരികത പരിശോധിക്കണം. ലഭ്യമായ വസ്തുതകൾ കൃത്യമായി തന്നെ ഉദ്ധരിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഒരു ലേഖനം കവർ ചെയ്യാൻ ശ്രമിക്കണം. ലേഖനത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പോയിന്റുകൾ സ്ഥാപിക്കുവാൻ ആവശ്യമായ തെളിവും ലേഖനം നൽകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്.
ഇനി ഒരു ന്യൂസ് സ്റ്റോറിയുടെ ഘടന എങ്ങനെയായിരിക്കും എന്ന് പറയാം. ന്യൂസ് സ്റ്റോറിയുടെ ഘടന എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു വിവരണമാണ് ഒരു ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്നത്. വർത്തമാനകാല സംഭവങ്ങൾ, പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ, ഭാവിക്ക് വേണ്ടിയുള്ള പ്ലാനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ന്യൂസ് സ്റ്റോറിയിൽ പ്രതിപാദിച്ചേക്കാം. ഒരു യഥാർത്ഥ ന്യൂസ് സ്റ്റോറി നിഷ്പക്ഷവും നീതിയുക്തവുമായിരിക്കണം. തലകീഴായ ഒരു പിരമിഡിൻ്റെ ഘടനയിലാണ് ന്യൂസ് സ്റ്റോറി എഴുതപ്പെടുന്നത്. പിരമിഡിൻ്റെ അടിത്തറ ഭാഗം സ്റ്റോറിയുടെ മുകൾ ഭാഗത്തായി കാണപ്പെടുന്നു. അതാണ് ലീഡ് പാരഗ്രാഫ്. ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുതകൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. പ്രാധാന്യം കുറഞ്ഞ വിവരങ്ങൾ പിന്നീടുള്ള പാരഗ്രാഫുകളിൽ അവയുടെ പ്രസക്തിയുടെ ക്രമത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ചില മാധ്യമരചയിതാക്കൾ ഇൻ്റർവേറ്റഡ് പിരമിഡ് ഘടനയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും മാധ്യമരചനയിൽ ഏറ്റവും വ്യാപകമായ കാലം ശരിയെന്ന് തെളിയിച്ച ഒരു രീതി തന്നെയാണ് ഇത്. ഇൻ്റർവേറ്റഡ് പിരമിഡ് ഘടന പത്രാധിപരെ സംബന്ധിച്ചും ഗുണകരമാണ്. ഒരു എഡിറ്റർക്ക് ഒരു ആർട്ടിക്കിൾ വെട്ടിച്ചുരുക്കണമെങ്കിൽ അടിഭാഗത്തുള്ള വിശദവിവരങ്ങൾ വെറുതെ വെട്ടിക്കളഞ്ഞാൽ മതി. സ്റ്റോറിയുടെ ബോഡിയിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച സ്ഥിതിവിവരക്കണക്കുകൾ എന്നിവ അടങ്ങിയിരിക്കണം. സ്റ്റോറി സ്വാഭാവികമായി ഒഴുകണം, അല്ലെങ്കിൽ പ്രതിപാദിക്കപ്പെടണം. ഇത്തരം ശൈലിയിൽ ലേഖകൻ്റെ വ്യക്തിഗത അഭിപ്രായങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല. ഇനി വ്യത്യസ്ത തരം ലീഡുകളുണ്ട്. ഒരു ന്യൂസ് സ്റ്റോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ലീഡ്, അല്ലെങ്കിൽ ആദ്യ പാരഗ്രാഫ്. ഇത് വായനക്കാർക്ക് വ്യക്തവും സംക്ഷിപ്തവും രസകരവുമായ വിധത്തിൽ ഏറ്റവും അത്യാവശ്യമായ അറിവ് നൽകുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗമാണ് ലീഡ് എന്ന് പറയുന്നത്. ഇതൊരു ലേഖനത്തിൻ്റെ ധ്വനിയും ദിശയും സ്ഥാപിച്ചെടുക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ലീഡുകളുണ്ട്. ഒന്ന് സമ്മറി ലീഡ്. വാർത്ത തയ്യാറാക്കുന്നതിലെ ഏറ്റവും പരമ്പരാഗതമായ ലീഡാണ് ഇത്. പ്രധാന 5 W ചോദ്യങ്ങളിലെ 3-4 ചോദ്യങ്ങൾക്കും ഹൗ ചോദ്യത്തിനും ഇത് ഉത്തരം നൽകുന്നു. ഇനി ആനിക്ഡോട്ടൽ ലീഡ്. ആനിക്ഡോട്ടൽ ലീഡിൽ വായനക്കാരനെ ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ആനിക്ഡോട്ടോട് വാർത്ത ആരംഭിക്കുന്നു. രസകരമായൊരു സംഭവത്തിൻ്റെ വിവരണമാണ് ഒരു ആനിക്ഡോട്ട്. ഈ ക്വസ്റ്റ്യൻ ലീഡ്. ഇത്തരത്തിലുള്ള ലീഡ് ചൊടിപ്പിക്കുന്ന ഒരു ചോദ്യത്തോടെയായിരിക്കും ആരംഭിക്കുക. കോൺട്രാസ്റ്റ് ലീഡ്. സന്ദർഭത്തിലേക്കും സാഹചര്യത്തിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സംഘർഷങ്ങളും വ്യത്യസ്തങ്ങളും ഇത്തരം ലീഡ് ഉയർത്തിക്കാട്ടുന്നു. വിയോജിപ്പുകളുടെയും അസാധാരണമായ സാഹചര്യങ്ങളുടെയും കഥകളിലാണ് ഈ ലീഡ് പ്രയോജനപ്പെടുത്തുന്നത്. ഇനി ടീസർ ലീഡ്. ഇത് വായനക്കാരൻ്റെ ജിജ്ഞാസയെ ഉണർത്താൻ വേണ്ടി ഇൻഫർമേഷനെ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ ഭാവനയെ കളിവാക്ക് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയോ ഇത്തരം ലീഡിൽ ചെയ്യുന്നു. അടുത്തൊരു ലീഡാണ് കൊട്ടേഷൻ ലീഡ്. ഈ കൊട്ടേഷൻ ലീഡ് എന്ന് പറഞ്ഞാൽ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ഉദ്ധരണിയോടെ കൊട്ടേഷൻ ലീഡ് ആരംഭിക്കുന്നു. ഈ രീതിയിൽ ഉദ്ധരണി കൊട്ടേഷൻ ചിഹ്നങ്ങൾക്കുള്ളിൽ തന്നെ ഇടണം. ആരാണ് ആ കൊട്ടേഷൻ പറഞ്ഞതെന്ന് സൂചിപ്പിക്കുകയും വേണം. അടുത്തതൊന്നാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് സ്റ്റോറിയിലെ തെറ്റുകൾ കണ്ടെത്തുന്നതിനുള്ളൊരു സമ്പൂർണ്ണ പരിശോധനയാണ് പ്രൂഫ് റീഡിംഗ്. വ്യാകരണം, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ, മാർക്സ് എന്നിവ ഈ പ്രക്രിയയിൽ പരിശോധിക്കപ്പെടുന്നു. പത്രാധിപർ തെറ്റുകൾക്കായി പരതുന്നു. പ്രൂഫ് വായിക്കുമ്പോൾ ബോധപൂർവം വായനയുടെ വേഗത കുറക്കുന്നു. പത്രത്തിൻ്റെ അംഗീകരിക്കപ്പെട്ട ശൈലി തന്നെയാണ് റിപ്പോർട്ടറും പാലിച്ചിരിക്കുന്നതെന്ന് പത്രാധിപർ ഉറപ്പുവരുത്തണം. റിപ്പോർട്ടർമാരും ലേഖകന്മാരും അസോസിയേറ്റഡ് പ്രസ് സ്റ്റൈൽ ബുക്കിൻ്റെ ഏറ്റവും പുതിയ പതിപ്പിലെ നിർദ്ദേശങ്ങൾ തങ്ങളുടെ രചനകളിൽ പാലിക്കണം. വാർത്തകളുടെ സ്ഥിരതയും ബ്രെവിറ്റിയും കൃത്യതയും നിഷ്പക്ഷതയും പത്രാധിപർ പരിശോധിക്കണം. അബ്രീവേഷൻ, അക്രോണിം എന്നിവ ഉപയോഗിക്കുമ്പോൾ അസോസിയേറ്റഡ് പ്രസ് രീതിക്ക് അതിൻ്റേതായ ചില പൊതുനിയമങ്ങളുണ്ട്. പൊതുവെ വ്യാപകമായി പ്രചാരത്തിലുള്ള അബ്രീവേഷൻസാണ് ഉപയോഗിക്കാറ്. ചിലപ്പോൾ ഒരു ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന അബ്രീവേഷനിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ അബ്രീവേഷൻ വികസിപ്പിച്ചെഴുതണം. കാലഘട്ടങ്ങളും നൂറ്റാണ്ടുകളും വക്കത്തിൽ തന്നെ എഴുതണം. ഗ്രന്ഥങ്ങളുടെ തലക്കെട്ട്, പാട്ട്, ടെലിവിഷൻ ഷോ തുടങ്ങിയ ഉദ്ധരണി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതണം. ആഴ്ചയുടെ ദിവസങ്ങൾ, മാസം, വർഷം, തീയതി എന്നിവയും അക്കത്തിൽ തന്നെ എഴുതണം. തലക്കെട്ടുകളും സ്ഥലകാല നാമങ്ങളും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് തന്നെ എഴുതണം. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കുന്നതാണ് പ്രൂഫ് റീഡിങ്ങിൽ ഉൾപ്പെടേണ്ടത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒരു നല്ല ഫീച്ചർ സ്റ്റോറിയുടെ സവിശേഷതകളാണ്. ഫീച്ചർ സ്റ്റോറിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ എഴുതിയ വാർത്താ ലേഖനമാണ് ഒരു ഫീച്ചർ സ്റ്റോറി. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് വായനക്കാരനെ ബോധവാനാക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുവാൻ, അതുമല്ലെങ്കിൽ അവർക്ക് വിനോദം പകരാൻ വേണ്ടിയാണ് ഫീച്ചർ സ്റ്റോറി തയ്യാറാക്കുന്നത്. ഒരു ന്യൂസ് സ്റ്റോറി ഒരു സംഭവം, ആശയം അല്ലെങ്കിൽ സാഹചര്യം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ഒരു സാധാരണ ന്യൂസ് സ്റ്റോറിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഫീച്ചർ സ്റ്റോറി മുൻവിധിയോടെ തയ്യാറാക്കപ്പെട്ടിരിക്കാം. ചിലപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ വികാരം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയും ഫീച്ചർ സ്റ്റോറിയെ പ്രയോജനപ്പെടുത്തിയേക്കാം. അതിനാൽ തന്നെ ഒരു ഫീച്ചർ എഴുത്തുകാരന് സ്വയം പ്രകാശിതമാകുന്നതിന് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഫീച്ചർ സ്റ്റോറി ഒരു സാധാരണ ന്യൂസ് സ്റ്റോറിയേക്കാൾ ദൈർഘ്യമുള്ളതാണ്. ഒരു നല്ല ഫീച്ചർ സ്റ്റോറിയുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നതാണ്. ഒന്ന്, ഹെഡ്ലൈൻ ഉണ്ടായിരിക്കും.
രണ്ടാമതായിട്ട് ഒരു ആമുഖമുണ്ടായിരിക്കും, മൂന്നാമതൊരു പ്രധാന ഭാഗമുണ്ടായിരിക്കും, 4 ഒരു ഉപസംഹാരമുണ്ടായിരിക്കും. പിന്നെ മാനുഷിക പ്രശ്നങ്ങൾക്ക് ഈ പൊതു സവിശേഷതകൾ പുറമെ ഒരു ഫീച്ചർ സ്റ്റോറിയിൽ പാലിക്കേണ്ട മറ്റ് ചില പ്രധാന പോയിൻറ്റുകളുണ്ട്. അതാണ് മാനുഷിക പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകണം. അതേപോലെ തന്നെ ഫീച്ചറിൻ്റെ വ്യക്തത, പിന്നെ ഫീച്ചറിൻ്റെ കൃത്യത, ഫീച്ചറിൽ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ലേഖകൻ ഉറപ്പുവരുത്തണം. പിന്നെ വായനക്കാർക്ക് വേണ്ടി എഴുതണം. വായനക്കാർക്ക് വേണ്ടിയാണ് താൻ എഴുതുന്ന കാര്യം ലേഖകൻ ഓർമ്മ വരണം. പിന്നെ അഭിമുഖങ്ങൾ നേരിട്ട് നടത്തണം. ഉപാഖ്യാനങ്ങൾ, ഉദ്ധരണികൾ ഇവ ഫീച്ചറിനെ കൂടുതൽ ആകർഷകമാക്കും. ഒരേ ടെൻസ് തന്നെ ഫീച്ചറിലുടനീളം ഉപയോഗിക്കണം. പിന്നെ ദൈർഘ്യമുള്ള വാചകങ്ങളും സങ്കീർണങ്ങളായ പാരഗ്രാഫുകളും ഒഴിവാക്കണം. കർത്തരി പ്രയോഗത്തിൽ രചന നിർവഹിക്കപ്പെടണം. സ്പെല്ലിങ്ങിനും വ്യാകരണത്തിനും പ്രത്യേക ശ്രദ്ധ വേണം. ഫീച്ചർ എഴുതുന്നതിന് മുമ്പ് തന്നെ വിവിധ ഉറവിടങ്ങളിൽ നിന്നും വസ്തുതകൾ ശേഖരിക്കൽ, ഫീച്ചറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യലും വിദഗ്ധരുമായുള്ള സംഭാഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു ഫീച്ചർ സ്റ്റോറിയുടെ സവിശേഷതകളായിട്ട് നമ്മൾ കരുതേണ്ടത്. ഇനിയൊരു പത്രലേഖനവും പത്രാധിപ ലേഖനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒരു പത്രലേഖനം ഒരു ആശയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദമുഖങ്ങളെ അപഗ്രഥിക്കുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇതിൽ സാധാരണയായിട്ട് ആദ്യം തന്നെ ഒരു പശ്ചാത്തല വിവരണം നൽകുന്നു, എന്നിട്ട് ഇപ്പോഴത്തെ സാഹചര്യം തുടർന്നും വിശദീകരിക്കുന്നു. ഭാവിയിലേക്കുള്ളൊരു എത്തിനോട്ടത്തെ ലേഖനം ഉപസംഹരിക്കുന്നു. തെരഞ്ഞെടുത്ത വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഒരു ലേഖകൻ ശ്രമിക്കണം. ലേഖനത്തിൽ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനാവശ്യമായ വസ്തുതകൾ തെളിവായി അദ്ദേഹം മുന്നോട്ട് വെക്കുകയും വേണം. ഒരു പത്രലേഖനത്തിനൊരു തലക്കെട്ട്, ആമുഖം, പ്രധാന ഭാഗം, ഉപസംഹാരം എന്നിവ ഉണ്ടായിരിക്കണം. ഇനി പത്രാധിപരുടെ അഭിപ്രായം അല്ലെങ്കിൽ പത്രത്തിൻ്റെ വീക്ഷണം പ്രകടിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെ എഴുതുന്ന ഒരു ലേഖനം അല്ലെങ്കിൽ റൈറ്റപ്പാണ് ഒരു എഡിറ്റോറിയൽ. ഏതു വിഷയത്തെ ആസ്പദമാക്കിയും ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാം. എന്നാൽ മിക്കപ്പോഴും സമൂഹത്തിന് പ്രാധാന്യമുള്ള സമകാലിക വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഒരു എഡിറ്റോറിയൽ എഴുതാറ്. ഏതെങ്കിലും ഒരു വീക്ഷണകോണിലൂടെയുള്ള അഭിപ്രായമാകാം അത്, പക്ഷേ അതിന് കരുത്ത് പകരാൻ തക്ക വസ്തുതകൾ ചൂണ്ടിക്കാട്ടാൻ ലേഖകന് കഴിയണം. എഡിറ്റോറിയലിൻ്റെ ദൈർഘ്യം വിഷയത്തെ ആശ്രയിച്ചിരിക്കുന്നു. എഡിറ്റോറിയലിൻ്റെ ദൈർഘ്യത്തെ സംബന്ധിച്ച് ഒരു നിർദ്ദിഷ്ട നിയമം നിലവിലില്ല. ലേഖകൻ്റെ വീക്ഷണത്തെ സാധൂകരിക്കുവാൻ ആവശ്യമായ ധാരാളം പോയിൻറ്റുകൾ ഒരു നല്ല എഡിറ്റോറിയലിൽ ഉണ്ടായിരിക്കും. ഒരു നല്ല എഡിറ്റോറിയൽ സംക്ഷിപ്തവും ശക്തമായൊരു പോയിൻ്റ് ആവിഷ്കരിക്കുന്നതിൽ വിജയിക്കുന്ന തരത്തിലുള്ളതുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് ഓർത്തു വെക്കാനുള്ളത്, പഠിക്കാനുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ പാഠഭാഗം കുറച്ച് ദീർഘിച്ചു പോയി എന്നറിയാം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അടുത്ത പാഠഭാഗം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കെന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.